വിദ്യാർത്ഥികളെ +1 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ആൻസർക്ക് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. അവസാനത്തെ 3 വർഷത്തെ ചോദ്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ചോദ്യ പേപ്പറാണ് ഈ പ്രാവശ്യത്തെ എക്സാമിന് വന്നിട്ടുള്ളത് എന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എസ്എ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ അതേ ചോദ്യങ്ങളാണ്, സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ആവർത്തിച്ച് വന്നിട്ടുള്ളത്. വൺ വേർഡിനും അതെ. നിങ്ങൾക്ക് KM കോട്ടക്കൽ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടവർക്ക് അറിയാം. ഇന്നലെ നാം 6 പേജിൻ്റെ ഒരു PDF ഷെയർ ചെയ്തിരുന്നു, വീഡിയോ ആക്കി ഇട്ടിരുന്നു. അതേ ചോദ്യങ്ങളാണ് ആവർത്തിച്ച് വന്നിട്ടുള്ളത്. എസ്എ ടൈപ്പ് ക്വസ്റ്റ്യനും അതേ ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. മാച്ച് ദ ഫോളോവിങ്, ഇന്ന് രാവിലെയാണ് അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാച്ച് ദ ഫോളോവിങ് അതേ ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ പറഞ്ഞ അതേ ചോദ്യങ്ങൾ ഒരു 70 മാർക്കിന് മുകളിൽ ഒരു 6-7 പേജ് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഉപകാരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. KM കോട്ടക്കൽ എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജിൽ, അതേപോലെ യൂട്യൂബിലും KM കോട്ടക്കൽ എന്ന് തന്നെയാണ്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. 1 മുതൽ 9 വരെ ചോദ്യങ്ങളിൽ 16 മാർക്കിന് ഉത്തരം എഴുതാനുള്ളതാണ്. ഓക്കെ, 20 മാർക്ക് തന്നിട്ടുണ്ട്, അതിൽ 16 മാർക്കിനാണ് ഉത്തരം എഴുതാനുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻസർ ഏതാണ്? പറഞ്ഞോളൂ. BR അംബേദ്കർ ആണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏത് തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ FPTP ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സമ്പ്രദായം ഉപയോഗിക്കുന്നത്? ആൻസർ പറയൂ, കമൻറ്റ് ചെയ്യൂ, ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യൂ. മൂന്നാമത്തെ ചോദ്യം, ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ച കേസ് ഏതാണ്? ഓപ്ഷൻ B ആണ്, കേശവാനന്ദ ഭാരതി കേസാണല്ലേ. നെയിം ദി കേസ് ഇൻ വിച്ച് ദ ജുഡീഷ്യറി അഡ്വാൻസ്ഡ് ദി തിയറി ഓഫ് ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻസർ ഏതാണ്? കേശവാനന്ദ ഭാരതി കേസ്. ഓപ്ഷൻ B ആണ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം, നിങ്ങൾ പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്, പക്ഷേ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി ഞാൻ മരണം വരെ പോരാടും. ആരുടെ വാക്കുകളാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ B വോൾട്ടയറിൻ്റെ വാക്കുകളാണ്. ഓക്കെ, വോൾട്ടയർ ആണ് ആൻസർ. ക്ലിയർ അല്ലേ? കുട്ടികൾ ആരെങ്കിലും KM കോട്ടക്കൽ എന്നുള്ള പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. കൂടെ നിങ്ങൾക്ക് ഉപകാരമുണ്ടെങ്കിൽ മാത്രം ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇനിയുള്ള വീഡിയോ ഒക്കെ നമുക്ക് യൂട്യൂബിലാണ് അപ്ലോഡ് ചെയ്യുക. അഞ്ചാമത്തെ ചോദ്യം പട്ടിക പൂർത്തിയാക്കാനുള്ളതാണ്. ഓൾ ഇന്ത്യ സർവീസ്, അഖിലേന്ത്യാ സർവീസ്, സെൻട്രൽ സർവീസ്, കേന്ദ്ര സർവീസ്, അതേപോലെ സ്റ്റേറ്റ് സർവീസ്, സംസ്ഥാന സർവീസ് എന്നുള്ള 3 കോളങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ അനുയോജ്യമായിട്ടുള്ള ഏത് കാര്യമാണോ അത് എടുത്തെഴുതാനുള്ളതാണ്. ഓൾ ഇന്ത്യ സർവീസിൽ, അഖിലേന്ത്യാ സർവീസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതേപോലെ ഇന്ത്യൻ പോലീസ് സർവീസ്. ഏതൊക്കെയാണ്? പറഞ്ഞോളൂ. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതേപോലെ ഇന്ത്യൻ പോലീസ് സർവീസ്. അതേപോലെ കേന്ദ്ര സർവീസിൽ പെടുന്ന കാര്യം ഏതൊക്കെയാണ്? സെൻട്രൽ സർവീസിൽ പെടുന്ന കാര്യം 1 പറഞ്ഞോളൂ. ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യയുടെ വിദേശകാര്യ സർവീസ് ഉണ്ട്. പിന്നെയോ ഇന്ത്യൻ കസ്റ്റംസ് സർവീസ്. ഇപ്പോൾ 2 കാര്യങ്ങളായി. ഏതൊക്കെയാണ്? ഇന്ത്യൻ ഫോറിൻ സർവീസും ഇന്ത്യൻ കസ്റ്റംസ് സർവീസും എവിടെ? കേന്ദ്ര സർവീസിൽ. ഇനി സംസ്ഥാന സർവീസിൽ, സ്റ്റേറ്റ് സർവീസിൽ പെടുന്ന കാര്യം ഏതൊക്കെയാണ്? സെയിൽസ് ടാക്സ്, വിൽപ്പന നികുതിയുണ്ട്. പിന്നെയോ ഹെൽത്ത് സർവീസിലെ ആരോഗ്യ സർവീസ്. അപ്പം സംസ്ഥാന സർവീസിൽ പെടുന്ന കാര്യം ഏതൊക്കെയാണ്? സെയിൽസ് ടാക്സ്, അതേപോലെ ഹെൽത്ത് സർവീസ്. ഓക്കെ. അഖിലേന്ത്യാ സർവീസിൽ പെടുന്ന കാര്യം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്. ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണേ. ആറാമത്തെ ചോദ്യം ചേരുമ്പോൾ ചേർക്കാനുള്ളതാണ്. ബെൽഗാം. ആൻസർ ഏതാണ്? മഹാരാഷ്ട്ര, കർണാടക. ബെൽഗാം മഹാരാഷ്ട്ര, കർണാടക. ചണ്ഡീഗഡ് ഏതാണ്? ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പഞ്ചാബ്, ഹരിയാന. ചണ്ഡീഗഡ് പഞ്ചാബ്, ഹരിയാന. പിന്നെ ഏതാണ്? കാവേരി റിവർ അല്ലേ. കാവേരി നദി എവിടെയാണ്? കാവേരി നദി തമിഴ്നാട്, കർണാടക. ബെൽഗാം ഏതാണ്? മഹാരാഷ്ട്ര, കർണാടക. ചണ്ഡീഗഡ് പഞ്ചാബ്, ഹരിയാന. കാവേരി തമിഴ്നാട് ആൻഡ് കർണാടക.
ഏഴാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാനാണ്. ഒന്നാമത്തത് സിമ്പിൾ മെജോറിറ്റി, കേവല ഭൂരിപക്ഷം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിമ്പിൾ മെജോറിറ്റി ക്രിയേഷൻ ഓഫ് എ ന്യൂ സ്റ്റേറ്റ്, പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണമാണ് കേവല ഭൂരിപക്ഷം. സ്പെഷ്യൽ മെജോറിറ്റി പ്രത്യേക ഭൂരിപക്ഷം ഇലക്ഷൻ കമ്മീഷനാണ്, തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അടുത്തത് സ്പെഷ്യൽ മെജോറിറ്റി ആൻഡ് റാറ്റിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ്, പ്രത്യേക ഭൂരിപക്ഷത്തിൻ്റെ കൂടെ സംസ്ഥാനങ്ങളുടെ അംഗീകാരം. ആൻസർ ഏതാണ്? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനം. കേവല ഭൂരിപക്ഷം പുതിയ സംസ്ഥാന രൂപീകരണം, പ്രത്യേക ഭൂരിപക്ഷം ഇലക്ഷൻ കമ്മീഷൻ. നോക്കാം എട്ടാമത്തെ ചോദ്യം. പട്ടിക പൂർത്തീകരിക്കാനുള്ളതാണ്. 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ റൈറ്റ് രാഷ്ട്രീയ അവകാശം, എക്കണോമിക് റൈറ്റ് സാമ്പത്തിക അവകാശം, സിവിൽ റൈറ്റ് പൗരാവകാശം. അപ്പോൾ ഏതൊക്കെയാണ് രാഷ്ട്രീയ അവകാശത്തിൽപ്പെടുന്ന കാര്യങ്ങൾ, പൊളിറ്റിക്കൽ റൈറ്റിൽപ്പെടുന്ന കാര്യങ്ങൾ? ഏതാണ്? വോട്ടവകാശം അല്ലേ, റൈറ്റ് ടു വോട്ട് ചെയ്യാനുള്ള അവകാശം. അതേപോലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശവും എന്താണ്? രാഷ്ട്രീയ അവകാശമാണ്. എക്കണോമിക് റൈറ്റ് ഏതാണ്? രാഷ്ട്രീയ അവകാശത്തിൽപ്പെടുന്ന കാര്യം ഏതാണ്? രാഷ്ട്രീയ അവകാശം ഏതാണ്? റൈറ്റ് ടു വർക്ക് അല്ലേ, ജോലി ചെയ്യാനുള്ള അവകാശം. പിന്നെയോ മതിയായ വേതനത്തിനുള്ള അവകാശം, വേജ് ലഭിക്കാനുള്ള അവകാശം എന്താണ്? എക്കണോമിക് റൈറ്റാണ്. ഇനി സിവിൽ റൈറ്റ് പൗരാവകാശത്തിൽപ്പെടുന്ന കാര്യം, ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അല്ലേ, റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു ലിബർട്ടി. ഓക്കെ, സിവിൽ റൈറ്റ് ഏതൊക്കെയാണ്? പൗരാവകാശം, ജീവിക്കാനുള്ള അവകാശവും അതേപോലെ റൈറ്റ് ടു ലിബർട്ടി അല്ലേ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും. 9ാമത്തെ ചോദ്യം നോക്കാം. ലോങ് വാക്ക് ടു ഫ്രീഡം ആരുമായി ബന്ധപ്പെട്ടതാണ്? സ്വാതന്ത്ര്യത്തിലേക്കുള്ള നീണ്ട നടത്തം. നെൽസൺ മണ്ടേല അല്ലേ, നെൽസൺ മണ്ടേലയുമായി ബന്ധപ്പെട്ടതാണ് ലോങ് വാക്ക് ടു ഫ്രീഡം. ഇന്ന് നാം KM കോട്ടകൾ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്ത ചോദ്യമാണ് ഇതൊക്കെ. ഫ്രീഡം ഫ്രം ഫിയർ, ഭയത്തിൽ നിന്നുള്ള മോചനം. ഓങ് സാൻ സൂക്കി മ്യാൻമറിൻ്റെ ദേശീയ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് ഓങ് സാൻ സ്യൂക്കി. പിൻകാലത്ത് ഇവർക്ക് നോബൽ സമ്മാനമൊക്കെ ലഭിച്ചു അല്ലേ. ദി സാത്താനിക് വേഴ്സസ്, സൽമാൻ റുഷ്ദിയുമായി ബന്ധപ്പെട്ടുള്ള സൽമാൻ റുഷ്ദിയുടെ ഗ്രന്ഥമാണ് ദി സാത്താനിക് വേഴ്സസ്. ഓൺ ലിബർട്ടി ജെയ്സ് മിൽ. ക്ലിയർ അല്ലേ? 20 മാർക്കിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് ലഭിച്ചതെന്ന് കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. കൂടെ ധാരാളം ചോദ്യങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. അടുത്ത എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നാം ചർച്ച ചെയ്യും. താങ്ക് യു ഓൾ.